പത്തനംതിട്ട പീഡനക്കേസിൽ തിരുവനന്തപുരം ജില്ലയിലും കേസ്. പത്തനംതിട്ട പോലീസ് എടുത്ത കേസ് കല്ലമ്പലം പോലീസിന് കൈമാറി. കായംകുളം സ്വദേശിയായ പ്രതി പെൺകുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ് തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മറ്റ് ജില്ലകളിലേക്ക് ഈ സംഭവം, ഈ കേസ് വ്യാപിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യം. ഏതായാലും തിരുവനന്തപുരത്തേക്കും കേസ് വ്യാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ലക്ഷ്മി, പത്തനംതിട്ട ജില്ലയ്ക്ക് പുറമെ രണ്ടാമത്തെ ജില്ലയിലേക്കാണ് ഇപ്പോൾ നിലവിൽ കേസ് വ്യാപിപ്പിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നും നേരത്തെ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനു പുറമെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്കും കേസിന്റെ ഭാഗമായി തിരുവനന്തപുരം കല്ലമ്പലം സ്റ്റേഷനിൽ കല്ലമ്പലം പോലീസിനും പത്തനംതിട്ട പോലീസ് കേസ് കൈമാറിയിരിക്കുന്നു. അതായത് കായംകുളം സ്വദേശിയായ ഒരു പ്രതി ഈ പെൺകുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് നിലവിൽ കേസുള്ളത്. ഇതോടെ എഫ്ഐആറുകളുടെ എണ്ണം 30 ഉയർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്, ജില്ലയ്ക്ക് പുറത്തേക്കും കേസ് വ്യാപിപ്പിക്കേണ്ട അല്ലെങ്കിൽ കേസ് പോകുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം നേരത്തെ നമ്മൾ കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശത്തെത്തിച്ചും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ അവിടെ നിന്നും ആളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോൾ കായംകുളം സ്വദേശിയായ പ്രതിയാണ് നിലവിൽ ഈ പെൺകുട്ടിയെ തിരുവനന്തപുരം ജില്ലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. പീഡനം നടന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ്, തിരുവനന്തപുരം കല്ലമ്പലത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കല്ലമ്പലം പോലീസിന് ഈ പത്തനംതിട്ട പോലീസ് ആ കേസ് കൈമാറിയിരിക്കുന്നത്. പ്ലേസ് ഓഫ് ഒക്കറൻസ് സംഭവം നടന്ന സ്ഥലം കല്ലമ്പലമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലേക്കും ഈ കേസ് പോകുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. 43 പേരെയാണ് ഇതുവരെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും 58 പേരെ പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പലരും വിദേശത്താണ്. അവരെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. DIG അജിത ബീഗം മേൽനോട്ടം വഹിച്ചുകൊണ്ടുള്ള പുതിയ അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുന്നു. ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വരുമ്പോൾ അവിടെയും ഈ തെളിവ് ശേഖരണം എല്ലാം തന്നെ പോലീസിന് നടത്തേണ്ടതുണ്ട്. കൂടുതൽ കരുതലോടെ ശാസ്ത്രീയമായ തെളിവുകൾ തന്നെ പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കേസ് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വലിയ കരുതലോടെയും ജാഗ്രതയോടെയും തന്നെയാണ് നിലവിൽ പോലീസ് കേസ് അന്വേഷിക്കുന്നത്. നാളെയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ലക്ഷ്മി. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.